പക്ഷെ ജീവിതത്തിന്റെ യാത്രയിൽ എപ്പോഴൊക്കെയോ ഈ കൂട്ടുകാർ തന്നെ പിന്നിൽ നിന്ന് ചതിച്ചിട്ടില്ലേ? ഒരുപാട് സർക്കിൾ ഉണ്ടായിരുന്നു, എന്തായിരുന്നു കഥ? എനിക്ക് അങ്ങനെ സ്കൂളിലും കോളേജിലും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് കൂട്ട് ഉള്ള ഒരാളല്ലായിരുന്നു. അപ്പോൾ ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നപ്പം കൂട്ടുകെട്ട് അതും എപ്പോഴും ഗേൾസ് തന്നെയായിരുന്നു. നല്ല അത്യാവശ്യം ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നീട് അത് ചുരുങ്ങി 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 ഇപ്പൊ അത് 1, 2, 3 പേര് ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണായിരിക്കുമോ? എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഉയർച്ച വരാൻ കൂടെ നിൽക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നെ ചവിട്ടി ഇടാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റിൽ അവരെൻ്റെ വർക്കുകൾ കളയുന്നുണ്ട്, മോശം കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലിയിൽ നോക്കി പോകുന്നു. എനിക്ക് വേറെ അങ്ങനെ പ്രശ്നങ്ങൾ തരുന്നു. പക്ഷെ പലരും ഇങ്ങനെ പറയും, അമൃത നിന്നെക്കുറിച്ച് ആൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ, ആ ആള് തന്നെയാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോഴും അമൃതയെ കാണുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുന്നു, അമൃത ഇല്ലാത്ത സമയത്ത് കുറ്റങ്ങൾ പറയുന്നു, അപ്പോഴും മനസ്സിൽ വേദനകളില്ലേ? വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് എങ്ങനെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ വ്യക്തിയോട് ചോദിക്കാനോ പ്രശ്നത്തിനോ ഒന്നും ഞാൻ പോകത്തില്ല. അവരൊരു പറഞ്ഞ് അവർക്കൊരു സന്തോഷം കിട്ടും. ഇപ്പൊ എന്നെ കുറിച്ച് നെഗറ്റീവ് 10 പേരെടുത്ത് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്നില്ല, കിട്ടട്ടെ. ഈ കുരയ്ക്കുന്ന എല്ലാം പട്ടികളുടെ വായടപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഡേ ബൈ ഡേ എനിക്ക് എൻ്റെ കരിയറിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ഞാൻ അത്രയും നോക്കുന്നു.